ഇതേ നീ എന്നാ ഇങ്ങനെ വലിയ ആലോചിച്ച് നിൽക്കുന്നേ? നിനക്ക് എന്നാ പറ്റി? മുഖത്തൊരു തെളിച്ചമൊന്നും ഇല്ലല്ലോ. എല്ലാം പോയി. എന്നാ എന്നാ പോയത്? എന്നാ സംഭവം? ഇനി ഒന്നുമില്ല. എല്ലാം പോയി, ഇനി ഒന്നുമില്ല. അല്ല, ഉരുളും പൊട്ടിയോ? എന്നോ അത് ഉരുള് പൊട്ടിയാ ഞാനും കൂടെ പോയനല്ലേ. ഇത് അങ്ങനല്ല. ആ, കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവൻ അങ്ങ് പോയി. എൻ്റെ ദൈവമേ, അത് ആരെങ്കിലും എടുത്തോണ്ട് പോയോ? എടുത്തോണ്ട് പോയതാണോ എങ്ങനെ പോയതാണെന്ന് എനിക്കറിയത്തില്ല. ആ, ഞാൻ രാവിലെ ആ. എൻ്റെ ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ വാട്സപ്പിനകത്ത് വാട്ടുകപ്പേ? ഈ കുന്തം മനുഷ്യന് ഇവിടെ വിഷമിക്കുമ്പോഴാണ് അങ്ങനത്തെ ഒരു പാട്ടുകപ്പയല്ല. ആ, ഫോണിനകത്ത് വാട്സപ്പില്ലേ? വാട്സപ്പ്. ആ, കേട്ടിട്ടില്ലേ? ഓ, അങ്ങനെ എന്തോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ, അതിനകത്തൊരു മെസ്സേജ് വന്നു എനിക്ക്. എന്തോ വലിയ ഭയങ്കര സ്ഥാപനങ്ങളുടെയൊക്കെ ആണെന്നും പറഞ്ഞാണ് വന്നത്. എന്താണെന്നറിയോ? 5 ചോദ്യങ്ങൾ അവരിങ്ങോട്ട് നമുക്ക് പിന്നെ മെസ്സേജായിട്ട് വിടും. അതിന് ഉത്തരം ശരിയായി നമ്മൾ അങ്ങോട്ട് മറുപടി വിടുവാണെങ്കിൽ 1 പവൻ്റെ സ്വർണം സമ്മാനം. സ്വർണത്തിനാണെങ്കിൽ ഇപ്പോൾ 1 ലക്ഷം. ഞാൻ വിചാരിച്ചു എനിക്കറിയാവുന്ന ബുദ്ധിക്ക് ശരിയാക്കുവാണെങ്കിൽ കിട്ടിയെങ്കിലോ എന്ന്. ഞാൻ അതിനൊരു ലിങ്ക് ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ എൻ്റെ കൊച്ചി ആ ലിങ്ക് എന്താന്ന് പിന്നെ പറയാം, അപ്പോൾ സമയമില്ല. ആ കൊച്ചു പറഞ്ഞേ അതെ ക്ലിക്ക് ചെയ്യാൻ. ക്ലിക്കിന് ബെല്ലടിക്കാനോ? കൊച്ചില്ലേ, എൻ്റെ കൊച്ചില്ലേ, പേരെ. ആ കുഞ്ഞ് പറഞ്ഞു എന്നോട് ഇത് ക്ലിക്ക് ചെയ്യാൻ. നീ ക്ലിക്ക് ആക്കിയോ? കൊച്ചു പറഞ്ഞതല്ലേ. കൊച്ചാണെങ്കിൽ കുഞ്ഞല്ലേ അവള്. 2 വയസ്സേ ഉള്ളൂ, എന്നാലും അവൾക്കെല്ലാം അറിയാം. 2 വയസ്സുള്ള കൊച്ചിൻ്റെ വർത്തമാനം കേട്ട് നീ അതിൻ്റെ ക്ലിക്ക് അടിച്ചു. ഫോണിലെല്ലാം അവൾക്ക് എന്നെക്കായി കൂടുതൽ അറിയാം. മനസ്സിലായി. എന്തും ചെയ്യും. ഇപ്പൊ കുഞ്ഞു പിള്ളേർക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങളില്ല. അതുകൊണ്ട് കൊച്ചെന്നോട് പറഞ്ഞു അതേലെ അമ്മൂമ്മ അത് ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാനത് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ നോക്കുമ്പം 3-4 ചോദ്യങ്ങളും വന്നു. അതിനെല്ലാം ഞാൻ എന്നിട്ട് എനിക്ക് ഇങ്ങനെ ഉത്തരവൊക്കെ അറിയാവുന്ന പോലൊക്കെ ഞാൻ വിട്ടു. എന്തിന് പറയണം, സന്തോഷിച്ച് ഞാൻ എനിക്ക് എല്ലാം ഉത്തരം ശരിയാക്കിയാണല്ലോ വിട്ടേ. അപ്പം എനിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം പിന്നെ നീ അവർ ബാങ്ക് അക്കൗണ്ടും ചോദിച്ചു കാണും. ബാങ്ക് അക്കൗണ്ടല്ല, ഇങ്ങോട്ടൊരു OTP വരുമെന്ന് പറഞ്ഞു. ഞാൻ ഓർത്ത് ഇനി OTP വോട്ട് ചെയ്യാനുള്ള PP ഒന്നുമില്ല, ഈയാക്കൊന്നും അറിയില്ല. പിന്നെ എങ്ങനെയാ OTP അവരവിടെ നിന്ന് എന്തോ ഒരു ഫോണിലേക്ക് ഒരു നമ്പർ വരും, നമ്മളത് തിരിച്ച് അങ്ങോട്ട് വിടണം. അതും ഞാൻ വിട്ടു. അപ്പം എല്ലാം ശരിയായിട്ടായിരിക്കുമല്ലോ അവരിതിങ്ങനെ ചോദിച്ചേ. അപ്പം എനിക്ക് പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടാനായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചേ. അപ്പം 1 പവൻ സ്വർണത്തിന്റെ പൈസ ആയിരിക്കും അങ്ങനെ തരാനായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ ആ OTP വന്നപ്പോൾ അതും അങ്ങനെ അവർ പറഞ്ഞ പോലൊക്കെ അങ്ങ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഫോണിൽ ഇങ്ങനെ നോക്കിയിരിക്കുക എപ്പോഴാണ് എൻ്റെ ഇത് വരുന്നതെന്ന്. ഒരു 10 മിനിറ്റ് പോലും കഴിഞ്ഞില്ല, മെസ്സേജ് വന്നു. അവരല്ലെന്ന് മാത്രം, ബാങ്കിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന മുഴുവൻ അങ്ങ് പോയി. ഒരു കുഴപ്പമില്ല, എന്തോരായാലും നീ ഒന്നും പഠിക്കുകയല്ലോ. ഞാൻ തൊഴിലുറപ്പിന് പോയതും അല്ലാതെ എനിക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ മുഴുവൻ ഉണ്ടായിരുന്നു. ചെറിയൊരു സമാധാനം ഇല്ല നിനക്ക്? പോയി. അഹങ്കാരമാണത്. ഉള്ളതും പോയി, ഇല്ലാത്ത ഒന്നും ഇല്ലാതെ ആയിപ്പോയി. അത് വേണം നിനക്ക്. എന്താണെന്നറിയില്ല, ഞാനിങ്ങനെ അതിൽ കുത്തിയതാണ് എൻ്റെ ഫോൺ. ഇനിയും കുറേ പൈസ ഇട്ടു നീ അങ്ങനെ കുത്ത് കേട്ടോ. ഇനി ഒരബദ്ധം ആർക്കും പറ്റുമല്ലോ, പക്ഷെ ഇനി അബദ്ധം പറ്റാനില്ല. ഉണ്ടായിരുന്ന മുഴുവൻ പോയി. ഒരു കുഴപ്പമില്ല. നിന്നോട് ഞാൻ ചോദിച്ചില്ലായിരുന്നു ഒരു ചെറിയ പൈസ എനിക്ക് വായ്പ തരാമെന്ന്. അപ്പോൾ നീ എന്നാ പറഞ്ഞാൽ തരാം? ഒരു പൈസ പോലും എൻ്റെ കയ്യിലില്ല ഏട്ടാന്ന് പറഞ്ഞു. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം പിന്നെ പോയിന്ന് പറഞ്ഞ നുണ പറഞ്ഞായിരിക്കും. ഒന്നുമില്ല. അങ്ങനെ വേണം. അങ്ങനെയൊക്കെ ഒരു വിഷമം വരുമ്പോഴേ അത് കൈകൊട്ടി ചിരിച്ച് സന്തോഷിക്കുമല്ല വേണ്ടത് കേട്ടോ. പിന്നെ കുഴിയിലേക്ക് ചാടാൻ നിൽക്കുന്നവനെ അതെ, കുഴി ദൂരായാലും പഠിക്കില്ലല്ലോ. അല്ല, എവിടെയെങ്കിലും എന്നും തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും കാര്യമുള്ളൂ. അതുകൊണ്ട് നീ പോയി ചെയ്തു പറയുമ്പോൾ പിന്നെ നിനക്ക് അത്യാഗ്രഹമല്ലേ? എല്ലാം തന്നെ തട്ടിപ്പ്. അന്നേരം അവള് പോയി ലിങ്ക് ചെയ്തു. എന്നാൽ കല്യാണം കിടക്കുക, ചില പൈസ വരുമായിരിക്കും. ഞാൻ എൻ്റെ ഫോൺ കൊണ്ട് വീട്ടിൽ വെച്ചേക്ക്. അതായിരിക്കും നല്ലത്. കൈ കൊണ്ട് തൊടുക, അതാ നല്ലത്. എനിക്ക് മതിയായി.